JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ പരീക്ഷ ഒക്ടോബർ മാസം നടക്കാൻ പോവുകയാണ് അല്ലേ. അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ റാങ്ക് ഫയലും നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 5/9/2024 നടന്ന ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് നമുക്ക് ക്ലർക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം അല്ലേ. ചൂസ് ദ ഇൻകറക്റ്റ് ആൻസർ, അതായത് തെറ്റായ ഉത്തരം തിരഞ്ഞെടുക്കുക. ദ ഫോളോയിങ് ആർ ദ കോമൺ പോയിന്റ്സ് ബിറ്റ്വീൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ദ ക്യാപിറ്റലിസ്റ്റിക് കൺസേൺ, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി മുതലാളിത്തവും തമ്മിലുള്ള പൊതുവായ പോയിന്റുകൾ ഇനി പറയുന്നവയാണ്. 4 പോയിന്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെ. 4 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയും മുതലാളിത്തവും തമ്മിലുള്ള പൊതുവായ പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ പോയിന്റും നമ്മൾ കൃത്യമായിട്ട് നോക്കിയാൽ മാത്രമേ അത് ഏതൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പോയിന്റ് നോക്കാം. കോപ്പറേഷൻ ആൻഡ് ക്യാപിറ്റലിസം യൂസസ് ലേബർ ആൻഡ് അതർ ഫാക്ടേഴ്സ് ആൻഡ് ഒബ്റ്റെയിൻ അറ്റ് എ വെരി ലോ പ്രൈസ്. 2, ബോത്ത് എംപ്ലോയി എക്സിക്യൂട്ടീവ്സ് ആൻഡ് പേ ദം വെൽ. മൂന്നാമത്തേത് ബോത്ത് ഡിപ്പെൻഡ് ഓൺ ബിസിനസ് എഫിഷ്യൻസി. ഓപ്ഷൻ 4 നാലാമത്തേതാണ് നൺ ഓഫ് ദ എബവ്. ഏതാണ് ഇതിന്റെ അകത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയും മുതലാളിത്തവും തമ്മിലുള്ള പൊതുവായ പോയിന്റുകൾ ഇനി പറയുന്നവയാണ്? ഏതാണത്? 4 ഒള്ളിയാണ് അല്ലെ. അതായത് നൺ ഓഫ് ദ എബവ്, ഒന്നും അല്ല. അതാണ് അതിന്റെ അകത്തെ ആൻസർ, നൺ ഓഫ് ദ എബവ്. അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദ ഇൻകറക്റ്റ് ആൻസർ, തെറ്റായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ കോപ്പറേഷൻ ആൻഡ് ക്യാപിറ്റലിസം ആർ, അതായത് ഈ സഹകരണവും മുതലാളിത്തവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ഇവയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 സ്റ്റേറ്റ്മെന്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിൻ്റെ അകത്ത് സഹകരണവും മുതലാളിത്തവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ അവയിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് കോപ്പറേഷൻ ഈസ് ഫോർ പ്രൊട്ടക്ടിങ് ദ മെമ്പേഴ്സ് interest, whereas capitalism is for protecting shareholders interest. Second one, in corporation membership is open, but in capitalism membership is restricted. Third one, administration of corporation is based on democratic principles, whereas capitalism it is vested with few people. Fourth one, none of the above. ഏതാണ് മേജർ ഡിഫറൻസ്? ഈ പറഞ്ഞിരിക്കുന്ന 4 ഏതൊക്കെയാണ് മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ കോപ്പറേഷൻ ആൻഡ് ക്യാപിറ്റലിസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചൂസ് ദ ഇൻകറക്റ്റ് ആൻസർ, തെറ്റായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. തെറ്റായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? നൺ ഓഫ് ദ എബവ് ആണ് അവിടെയും ആൻസർ, നൺ ഓഫ് ദ എബവ്. അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ റിഗാർഡിംഗ് കോപ്പറേഷൻ ആൻഡ് സോഷ്യലിസം, അതായത് സഹകരണത്തെ കുറിച്ചും സോഷ്യലിസത്തെ കുറിച്ചും ഏറ്റവും ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഏറ്റവും ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സഹകരണത്തെ കുറിച്ചും സോഷ്യലിസത്തെ കുറിച്ചുമുള്ള ഏറ്റവും ഉചിതമായ ഉത്തരമാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് 4 കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 4 ഏറ്റവും ഉചിതമായത് ഏതാണെന്ന് നോക്കാം. ഒന്നാമത്തേത് കോപ്പറേഷൻ ആൻഡ് സോഷ്യലിസം എയിംസ് അറ്റ് ദ വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി, അതായത് സഹകരണവും സോഷ്യലിസവും സാമൂഹ്യ ക്ഷേമമാണ് ലക്ഷ്യമിടുന്നത്. 2, ബോത്ത് ലേ എംഫസിസ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, അതായത് സമ്പത്തിന്റെ വിതരണത്തിനാണ് ഇരുവരും ഊന്നൽ നൽകുന്നത്. മൂന്നാമത്തേത് ബോത്ത് ട്രൈ ഫോർ എലിമിനേറ്റിംഗ് ദ ഈവിൽ എഫക്ട്സ് ഓഫ് കോമ്പറ്റീഷൻ, അതായത് മത്സരത്തിന്റെ ദോഷഫലങ്ങൾ ഇല്ലാതാക്കാനാണ് ഇരുവരും ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർത്ത് വൺ ഓൾ ഓഫ് ദ എബവ്, എല്ലാമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ 4 ഓൾ ഓഫ് ദ എബവ്. ഓപ്ഷൻ ബി 2 and 3 ഒള്ളി. ഓപ്ഷൻ സി 3 and 1 ഒള്ളി. ഓപ്ഷൻ ഡി 1 ഒള്ളി. ഏതാണ് ഇതിന്റെ അകത്ത് കറക്റ്റ് ആൻസർ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, 4, അതായത് ഓൾ ഓഫ് ദ എബവ്. അതായത് ഏറ്റവും ഉചിതമായ സഹകരണത്തെ കുറിച്ചും സോഷ്യലിസത്തെ കുറിച്ചുള്ള ഏറ്റവും ഉചിതമായത് ഏതൊക്കെയാണ് അതിനകത്ത് എല്ലാം ഏറ്റവും ഉചിതമായതാണ്. സഹകരണവും സോഷ്യലിസവും സാമൂഹ്യ ക്ഷേമമാണ് ലക്ഷ്യമിടുന്നത്.
അതായത് സമ്പത്തിന്റെ വിതരണത്തിനാണ് ഇരുവരും ഊന്നൽ നൽകുന്നത്. മത്സരത്തിന്റെ ദോഷഫലങ്ങൾ ഇല്ലാതാക്കാനാണ് ഇരുവരും ശ്രമിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. Choose the appropriate answer regarding the difference between sole trader business and cooperative society. അതായത് ഏക വ്യാപാരി ബിസിനസ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ സംബന്ധിച്ച ഉചിതമായ ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. സഹകരണ സംഘവും ഏക വ്യാപാരി ബിസിനസ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ സംബന്ധിച്ച് ഉചിതമായ ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 എണ്ണം അതിനകത്തും കൊടുത്തിട്ടുണ്ട് അല്ലെ, 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിൻ്റെ അകത്ത് ഉചിതമായത് ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേത്, the main aim of sole trader business is to make profit, whereas cooperative society is to render service to members. അതായത് ഏക വ്യാപാരി ബിസിനസിന്റെ പ്രധാന ലക്ഷ്യം സഹകരണം എന്ന നിലയിൽ ലാഭം ഉണ്ടാക്കുക എന്നതാണ്. അതുപോലെ തന്നെ സമൂഹം അംഗങ്ങൾക്ക് സേവനം നൽകാനാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത്. ബോത്ത് ഓർഗനൈസേഷൻ ലയബിലിറ്റി ഈസ് അൺലിമിറ്റഡ്. മൂന്നാമത്തെ ഏതാണ്? സോൾ ട്രേഡർ കനോട്ട് റേസ് ക്യാപിറ്റൽ ബൈ ഇഷ്യൂയിങ് ഷെയർസ്, whereas cooperative societies capital is raised by issuing shares. അതായത് സഹകരണ സംഘങ്ങളുടേതുപോലെ ഓഹരികൾ നൽകി മൂലധനം സ്വരൂപിക്കാൻ ഏക വ്യാപാരികൾക്ക് കഴിയില്ല. ഓഹരികൾ നൽകി മൂലധനം സമാഹരിക്കുന്നു. അത് ഓപ്ഷൻ 4 ഏതാണ്? നാലാമത്തെ ഏതാണ്? ഓൾ ഓഫ് ദ എബവ്. ഇതിന്റെ അകത്ത് ഏതാണ് choose the appropriate correct answer regarding the difference between sole trader business and cooperative society. അതായത് സഹകരണ സംഘവും ഏക വ്യാപാര ബിസിനസ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ സംബന്ധിച്ച് ഉചിതമായ ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഒന്നാമത്തേതും മൂന്നാമത്തേതുമാണ് ഉചിതമായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. Choose the most appropriate answer from given below statement. അതായത് 3 സ്റ്റേറ്റ്മെന്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിന്റെ അകത്ത് ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ എന്താണ്? The membership pattern of cooperative society are 25% drawn from different families. അതായത് സഹകരണ സംഘത്തിന്റെ അംഗത്വം പാറ്റേൺ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ കുടുംബങ്ങളിൽ നിന്ന് 25 വ്യക്തികൾ, അതായത് 25 വ്യത്യസ്തമായ കുടുംബത്തിലെ വ്യക്തികളിൽ നിന്നാണ്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻ റേസ് ഫണ്ട് ഫ്രം മെമ്പേഴ്സ്. അതായത് സഹകരണ സംഘങ്ങൾക്ക് അംഗങ്ങളിൽ നിന്ന് ഫണ്ട് സ്വരൂപിക്കാം. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രോഫിറ്റ്സ് ആർ ഷെയർഡ് ഈക്വലി എമോങ് മെമ്പേഴ്സ്. അതായത് തുല്യമായി ലാഭം അംഗങ്ങൾക്കിടയിൽ തുല്യമായി പങ്കിടുന്നു. ഓൾ ഓഫ് ദ എബവ്. അതായത് ഇതിന്റെ അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, ശരിയായ പ്രസ്താവനകൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓൾ ഓഫ് ദ എബവ്. എല്ലാം ശരിയാണ്. അതായത് സഹകരണ സംഘങ്ങളിലെ സംഘത്തിന്റെ അംഗത്വം വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നുള്ള 25 വ്യക്തികളിൽ നിന്നാണ്. അതുപോലെ തന്നെ സഹകരണ സംഘങ്ങൾക്ക് അംഗങ്ങളിൽ നിന്ന് ഫണ്ട് സ്വരൂപിക്കാം. അതുപോലെ തന്നെ സഹകരണ സംഘങ്ങളുടെ ലാഭം അംഗങ്ങൾക്കിടയിൽ തുല്യമായി പങ്കിടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. Choose the most appropriate answer from the given below. ശരിയായ ഉത്തരം, അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റോച്ച്ഡേൽ പ്രിൻസിപ്പിൾസ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. അതായത് റോച്ച്ഡേൽ തത്വങ്ങൾ ഇനി പറയുന്നവ ഉൾപ്പെടുന്നു. അതിനകത്ത് ഈ താഴെ പറയുന്ന 4 എണ്ണം പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് റോച്ച്ഡേൽ ഫസ്റ്റ് സ്റ്റേജിൽ ഉൾപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 ഓപ്പൺ മെമ്പർഷിപ്പ്, 2 അൺലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, 3 ഡെമോക്രാറ്റിക് കൺട്രോള്, 4 ക്യാഷ് ട്രേഡിംഗ്. ഏതൊക്കെയാണ് റോച്ച്ഡേൽ പ്രിൻസിപ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഏതൊക്കെയാണ്? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1, 3 ആൻഡ് 4. 1 ഏതാണ്? ഓപ്പൺ മെമ്പർഷിപ്പ്. 3 ഏതാണ്? ഡെമോക്രാറ്റിക് കൺട്രോള്. 4 ഏതാണ്? ക്യാഷ് ട്രേഡിംഗ്. ഇത് 3 എണ്ണമാണ് ഉൾപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദ അപ്രോപ്രിയേറ്റ് ആൻസർ. അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക. Why Rochdale is called pioneers of cooperative movement? എന്തുകൊണ്ടാണ് റോച്ച്ഡേൽസിനെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പയനിയേഴ്സ് എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ്? 4 ഓപ്ഷൻസ് താഴെ തന്നിട്ടുണ്ട്. 4 സ്റ്റേറ്റ്മെന്റുകൾ താഴെ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്, എന്തുകൊണ്ടാണ് എന്നുള്ളതിന് അനുകൂലിക്കുന്ന അനുയോജ്യമായ ആൻസർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 എണ്ണത്തിനകത്ത് ഒന്നാമത്തെ നോക്കാം. They are responsible for organizing the first permanent successful cooperative store.
അതായത് ആദ്യത്തെ സ്ഥിരം വിജയകരമായ സഹകരണ സംഘം സംഘടിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം അവർക്കാണ്. സ്റ്റോർ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം അവർക്കാണ്. അടുത്ത് they succeeded in giving a definite shape to the cooperative movement. അതായത് ഈ സഹകരണ പ്രസ്ഥാനത്തിന് കൃത്യമായ രൂപം നൽകുന്നതിൽ അവർ വിജയിച്ചു. അടുത്ത് the individual involved there in their outstanding personalities. അതായത് സഹകരണ പ്രസ്ഥാനത്തിന് കൃത്യമായ രൂപം നൽകുന്നതിന് അവർ വിജയിച്ചു. അതോടൊപ്പം തന്നെ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്ക് മികച്ച വ്യക്തിത്വമുള്ള ആളുകൾ ആയിരുന്നു. their profits are shared equally among members. അതിന്റെ ലാഭം കൃത്യമായിട്ട് മെമ്പർമാർക്ക് വിതരണം ചെയ്തു. അപ്പോൾ ഇതിന്റെ അകത്ത് റോച്ച്ഡെയിൽ കാൾഡ്, അതിന്റെ അകത്ത് എന്തുകൊണ്ടാണ് റോച്ച്ഡെയിൽസിനെ സഹകരണ പ്രസ്ഥാനത്തിനെ പയനിയേഴ്സ് എന്ന് വിളിക്കുന്നത്? ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ്? 3 എണ്ണമാണല്ലേ. 1, 2 and 3. അതിന്റെ അകത്ത് ഒന്നാമത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതുമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതായത് ആദ്യത്തെ സ്ഥിരം വിജയകരമായ സഹകരണ സംഘം സംഘടിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം അവർക്കാണ്. സ്റ്റോർ സഹകരണ സംഘടനകൾ സംഘടിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം അവർക്കാണ്. അതുപോലെ തന്നെ സഹകരണ പ്രസ്ഥാനത്തിന് കൃത്യമായ രൂപം നൽകുന്നതിൽ അവർ വിജയിച്ചു. അതുപോലെ തന്നെ അതിൽ ഉൾപ്പെട്ട വ്യക്തികൾക്ക് മികച്ച വ്യക്തിത്വങ്ങൾ ആയിരുന്നു. അപ്പോൾ ആ ഒന്നാമത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. The essential principle of ICA includes the following. അതായത് ഈ ICAയുടെ അടിസ്ഥാന തത്വത്തിൽ ഇനി പറയുന്നവ ഉൾപ്പെടുന്നു. ഏതൊക്കെയാണ് ICAയുടെ അടിസ്ഥാന തത്വത്തിൽ ഉൾപ്പെടുന്നത്? 4 എണ്ണം കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിന്റെ അകത്ത് ഏതൊക്കെയാണ് ICAയുടെ അടിസ്ഥാന തത്വത്തിൽ ഉൾപ്പെടുന്നത്? ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ഏതൊക്കെയാണ് ഇതിന്റെ അകത്ത് ഉൾപ്പെടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതൊക്കെയാണ് ഒന്നാമത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതും? ഏതൊക്കെയാണ്? ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ. ഇത് 3 എണ്ണമാണ്. The essential principle of ICA includes open membership, democratic control, limited interest on share capital. അടുത്ത ക്വസ്റ്റ്യൻ. The non-essential principle of ICA second states includes the following. അതായത് ഈ ICAയുടെ അനിവാര്യമല്ലാത്ത തത്വത്തിൽ ഇനി പറയുന്നവ ഉൾപ്പെടുന്നു. ഏതൊക്കെയാണ്? Religious and political naturality, selling pure and unadulterated goods, cash trading, patronage, dividend. ഏതൊക്കെയാണ് ഇതിൽ ഏതൊക്കെയാണ് ICAയുടെ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിളിൽ ഉൾപ്പെടുന്നത്? ഏതൊക്കെയാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതൊക്കെയാണ്? 1, 2, 3. ഏതൊക്കെയാണ്? റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ നാച്ചുറാലിറ്റി. രണ്ടേതാണ്? സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേർഡ് ഗുഡ്സ്. മൂന്നാമത്തേതാണ്? ക്യാഷ് ട്രേഡിംഗ്. ഇത് 3 എണ്ണമാണ് ഇത് ICAയുടെ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിളിൽ ഉൾപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദ അപ്രോപ്രിയേറ്റ് ആൻസർ. അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക. അതായത് the principles of ICA 1995 1995 includes the following. അതായത് ICAയുടെ 1995 തത്വങ്ങളിൽ ഇനി പറയുന്നവ ഉൾപ്പെടുന്നു. ICAയുടെ 1995 തത്വങ്ങളിൽ ഇനി പറയുന്നവ 4 എണ്ണം പറയുന്നുണ്ട്. അതിനകത്ത് ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നാമത്തെ ഏതാണ്? മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. 2, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്. 3, എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ. 4, കോപ്പറേഷൻ എമോങ് കോപ്പറേറ്റീവ്സ്. ഇതിനകത്ത് ഏതൊക്കെയാണ് ICAയുടെ 1995 പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെടുന്നത്? ഏതൊക്കെയാണ്? ഒന്നാമത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതും നാലാമത്തേതും ഉൾപ്പെടും അല്ലെ. ഇത് മുഴുവൻ ഉൾപ്പെടുന്നതാണ് അല്ലെ. മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, പിന്നെ ഏതാണ്? കോപ്പറേഷൻ എമോങ് കോപ്പറേറ്റീവ്സ്. 4 ഉൾപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. Which are the non-agriculture credit societies in Kerala? അതായത് കേരളത്തിലെ കാർഷികേതര വായ്പാ സംഘങ്ങൾ ഏതൊക്കെയാണ്? 4 എണ്ണം കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിന്റെ അകത്ത് ഏതൊക്കെയാണ് കാർഷികേതര വായ്പാ സംഘങ്ങൾ? ഏതൊക്കെയാണ്? 1, മാർക്കറ്റ് ഫെഡ്. 2, കേര ഫെഡ്. 3, പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റീസ്. 4, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്. ഏതൊക്കെയാണ്? Which are the non-agriculture credit societies in Kerala? ഏതൊക്കെയാണ്? ഒന്നാമത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതും. ഒന്നാമത്തേതാണ്? മാർക്കറ്റ് ഫെഡ്. 2, കേര ഫെഡ്. 3, പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റീസ്. അടുത്ത ക്വസ്റ്റ്യൻ. Which society is organized mainly for providing employment opportunities to unskilled workers in rural areas? അതായത് വൈദഗ്ധ്യമില്ലാത്തവർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നതിനായി
പ്രധാനമായും സംഘടിപ്പിക്കപ്പെട്ട സമൂഹം ഏതാണ്? ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾ. ഏതാണ്? ഓപ്ഷൻ എ വനിതാ കോപ്പറേറ്റീവ്സ്, ഓപ്ഷൻ ബി ടൂറിസം കോപ്പറേറ്റീവ്സ്, ഓപ്ഷൻ സി ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസ്, ഓപ്ഷൻ ഡി കോപ്പറേറ്റീവ് പ്രിന്റിംഗ് പ്രസ്. ഏതാണ്? വിച്ച് സൊസൈറ്റി ഈസ് ഓർഗനൈസ്ഡ് മെയിൻലി ഫോർ providing employment opportunities to unskilled workers in rural areas. Labor contract societies. Labor contract societies ആണ് correct answer. അടുത്ത question. Choose the appropriate answer. അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക. The objectives of RAIDCO are, അതായത് RAIDCOയുടെ ലക്ഷ്യങ്ങൾ, RAIDCOയുടെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 എണ്ണം കൊടുത്തിട്ടുണ്ട്, 4 സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിന്റെ അകത്ത് RAIDCOയുടെ ലക്ഷ്യങ്ങൾ ഇതിന്റെ അകത്ത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ടു സപ്ലൈ അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സ് ടു അഗ്രികൾച്ചറിസ്റ്റ് അറ്റ് റീസണബിൾ പ്രൈസ്. 2, ടു ഓർഗനൈസ് റിപ്പയർ ആൻഡ് സർവീസ് സെന്റേഴ്സ്. 3, ടു സപ്ലൈ അഗ്രികൾച്ചർ സ്പെയർ പാർട്സ് ആൻഡ് ഇൻപുട്സ്. 4, ടു ഓർഗനൈസ് ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ്. ഇതിന്റെ അകത്ത് ഏതൊക്കെയാണ് RAIDCOയുടെ ലക്ഷ്യങ്ങൾ? ഏതൊക്കെയാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 4ഉം RAIDCOയുടെ ലക്ഷ്യങ്ങളാണ് അല്ലെ. ഒന്നാമത്തേതാണ് കാർഷിക ഉപകരണങ്ങൾ ന്യായമായ വിലക്ക് കർഷകർക്ക് വിതരണം ചെയ്യുക. ദാറ്റ് ടു സപ്ലൈ അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സ് ടു അഗ്രികൾച്ചറിസ്റ്റ് അറ്റ് റീസണബിൾ പ്രൈസ്. 2 ഏതാണ്? ടു ഓർഗനൈസ് റിപ്പയർ ആൻഡ് സർവീസ് സെന്റേഴ്സ്, അതായത് അറ്റകുറ്റപ്പണികളും സേവന കേന്ദ്രങ്ങളും സംഘടിപ്പിക്കുന്നതിന്. ടു സപ്ലൈ ഓഫ് അഗ്രികൾച്ചർ സ്പെയർ പാർട്സ് ആൻഡ് ഇൻപുട്സ്, അതായത് കാർഷിക ഉൽപ്പന്നങ്ങൾ അതുപോലെ സ്പെയർ പാർട്സുകളും ഇൻപുട്ടുകളും വിതരണം ചെയ്യാൻ. ടു ഓർഗനൈസ് ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ്, അതായത് സംസ്കരണ യൂണിറ്റ് സംഘടിപ്പിക്കാൻ. അപ്പോൾ ഇത് 4ഉം RAIDCOയുടെ ലക്ഷ്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. അനുയോജ്യമായ ഉത്തരങ്ങൾ കണ്ടെത്തുക. വിച്ച് ആർ ദ ഇന്റേണൽ സോഴ്സസ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, അതായത് ജില്ലാ സഹകരണ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? വിച്ച് ആർ ദ ഇന്റേണൽ സോഴ്സസ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഏതൊക്കെയാണ്? 4 എണ്ണം കൊടുത്തിട്ടുണ്ട് അല്ലെ. 1 ഷെയർ ക്യാപിറ്റൽ, 2 എൻട്രൻസ് ഫീസ്, 3 റിസർവ് ഫണ്ട്, 4 ഗ്രാന്റ്സ് ആൻഡ് സബ്സിഡീസ് ഓഫ് ഗവൺമെന്റ് ഫ്രം ഗവൺമെന്റ്. ഏതൊക്കെയാണ്? വിച്ച് ആർ ദ ഇന്റേണൽ സോഴ്സസ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഏതാണ്? ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും അല്ലെ. ഷെയർ ക്യാപിറ്റൽ, 2 എൻട്രൻസ് ഫീസ്, 3 റിസർവ് ഫണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദ അപ്രോപ്രിയേറ്റ് ആൻസർ, അതായത് ശരിയായ അനുയോജ്യമായ ഉത്തരം കണ്ടെത്തുക. വിച്ച് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്. ജില്ലാ സഹകരണ ബാങ്കുകളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ജില്ലാ സഹകരണ ബാങ്കുകളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1, ടു പ്രൊവൈഡ് ലോൺസ് ടു അഫിലിയേറ്റഡ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. 2, ടു അറേഞ്ച് ഫോർ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് അഫിലിയേറ്റഡ് സൊസൈറ്റീസ്. 3, ടു മെയിൻറ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് subsidiary state partnership fund. 4th one, to open branches of bank. ഏതൊക്കെയാണ് ജില്ലാ സഹകരണ ബാങ്കുകളുടെ ലക്ഷ്യങ്ങൾ? എന്തൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്കി. ഏതൊക്കെ ഓപ്ഷനകത്ത് ഏതാണ് ശരി? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1, 2, 3, 4 ശരിയാണ് അല്ലെ. ടു പ്രൊവൈഡ് ലോൺസ് ടു അഫിലിയേറ്റഡ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, അതായത് അഫിലിയേറ്റഡ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് വായ്പ നൽകുന്നതിന്. ടു അറേഞ്ച് ഫോർ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് അഫിലിയേറ്റഡ് സൊസൈറ്റീസ്, അതായത് അഫിലിയേറ്റഡ് സൊസൈറ്റികൾക്ക് മേൽനോട്ടവും നിയന്ത്രണവും ക്രമീകരിക്കുന്നതിന്. ടു മെയിൻറ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് പരിപാലിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും. ടു ഓപ്പൺ ബ്രാഞ്ചസ് ഓഫ് ദ ബാങ്ക്, ബാങ്കിന്റെ ശാഖകൾ തുറക്കാൻ. ഇതെല്ലാം ഡിസ്ട്രിക്ട് ജില്ലാ സഹകരണ ബാങ്കുകളുടെ ലക്ഷ്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. അനുയോജ്യമായ ഉത്തരം കണ്ടെത്തുക. The following are the objectives of PCARDB, അതായത് PCARDBയുടെ ലക്ഷ്യങ്ങൾ. ഇതിന്റെ അകത്ത് ഏതൊക്കെ താഴെ പറയുന്ന 4 എണ്ണത്തിനകത്ത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് നോക്കാം. ടു പ്രൊമോട്ട് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. സെക്കൻഡ് വൺ, ടു ലെൻഡ് ഓൺ സെക്യൂരിറ്റി ഓഫ് ഫിക്സഡ് അസറ്റ്സ്. തേർഡ് വൺ, പർച്ചേസ് ഓഫ് മെഷീനറി. ഫോർത്ത് വൺ, ടു പ്രൊവൈഡ് ലോൺസ് ഫോർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഇതിന്റെ അകത്ത് ഏതൊക്കെയാണ് PCARDBയുടെ ലക്ഷ്യങ്ങൾ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതൊക്കെയാണ്? എല്ലാം PCARDBയുടെ ലക്ഷ്യങ്ങളാണ് അല്ലെ. ഒന്നാമത്തേതാണ് വികസനം. ഒന്നാമത്തേതാണ് ഈ ഏതൊക്കെയാണ്?
to promote economic interest of its members. രണ്ട് അതാണ് to lend on security of fixed assets. Third one, purchase of machinery. Fourth one, to provide loans for small scale industries. ഇത് നാലും PCRDB യുടെ ലക്ഷ്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, choose the most appropriate answers. അനുയോജ്യമായ ഉത്തരം കണ്ടെത്തുക. The following are the objectives of NAFED. നാഫെഡിന്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? ഈ താഴെ പറഞ്ഞിരിക്കുന്ന നാലെണ്ണത്തിനകത്ത് ഏതൊക്കെയാണ് നാഫെഡിന്റെ ലക്ഷ്യങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഏതാണ്? ടു ഓർഗനൈസ്, പ്രൊമോട്ട് ആൻഡ് ഡെവലപ്പ് മാർക്കറ്റിംഗ്, പ്രോസസിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ്, distribution of agriculture machinery, inter and intra-state import and export trade, to undertake marketing research. ഇതിൽ ഏതൊക്കെയാണ് നാഫെഡിന്റെ ലക്ഷ്യങ്ങൾ? ഏതൊക്കെയാണ് ആലോചിച്ച് നോക്കിയേ. എല്ലാം നാഫെഡിന്റെ ലക്ഷ്യങ്ങളാണ് അല്ലെ. ടു ഓർഗനൈസ്, പ്രൊമോട്ട് ആൻഡ് ഡെവലപ്പ് മാർക്കറ്റിംഗ്, പ്രോസസിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ്. അതായത് ഈ വിപണനം, സംസ്കരണം, സംഭരണം എന്നിവ സംഘടിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വികസിപ്പിക്കാനും കാർഷിക ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചർ മെഷീനറി, കാർഷിക ഉൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങളുടെ വിതരണം, അതുപോലെ തന്നെ ഇന്റർ ആൻഡ് ഇൻട്രാ സ്റ്റേറ്റ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ട്രേഡ്, അന്തർ സംസ്ഥാന ഇറക്കുമതി കയറ്റുമതി വ്യാപാരം, മാർക്കറ്റിംഗ് ഗവേഷണം നടത്താൻ, ടു അണ്ടർടേക്ക് മാർക്കറ്റിംഗ് റിസർച്ച്. ഇതെല്ലാം നാഫെഡിന്റെ ലക്ഷ്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, choose the most appropriate answer. അനുയോജ്യമായ ഉത്തരം കണ്ടെത്തുക. The powers of NCDC includes. NCDC യുടെ അധികാരങ്ങൾ ഇനി പറയുന്ന നാലെണ്ണത്തിനകത്ത് ഏതെല്ലാം ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അനുയോജ്യമായ ഉത്തരം കണ്ടെത്തുക. ഒന്നാമത്തേതാണ് അഡ്വാൻസ് ലോൺസ്, ഗ്രാന്റ്സ് ആൻഡ് സബ്സിഡീസ് ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഫോർ financing cooperatives. Second one, provide loans and grants directly to the national level cooperative organizations. Third one, participate in the share capital of the national level cooperative organizations. Fourth one, help the long term credit institutions. ഇതിനകത്ത് NCDC യുടെ അധികാരങ്ങൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് NCDC യുടെ അധികാരങ്ങൾ ഉൾപ്പെടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന നാലെണ്ണവും NCDC യുടെ അധികാരത്തിൽ ഉൾപ്പെടുന്നതാണ് അല്ലെ. ധനസഹായത്തിനായിട്ട് സംസ്ഥാന സർക്കാരിന് മുൻകൂർ വായ്പകളും ഗ്രാന്റുകളും സബ്സിഡികളും നൽകുക, സഹകരണ സംഘങ്ങളിലൂടെ, അതുപോലെ തന്നെ പ്രൊവൈഡ് ലോൺസ് ആൻഡ് ഗ്രാന്റ്സ് ഡയറക്ട്ലി ടു ദ നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. ദേശീയ തലത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് വായ്പകളും ഗ്രാന്റുകളും നൽകുക, അതുപോലെ തന്നെ ദേശീയ തലത്തിലുള്ള സഹകരണ സംഘങ്ങളുടെ ഓഹരി മൂലധനത്തിൽ പങ്കെടുക്കുക, അതുപോലെ തന്നെ ദീർഘകാല ക്രെഡിറ്റ് സ്ഥാപനങ്ങളെ സഹായിക്കുക. ഇത്രയും ആണ് NCDC യുടെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത്. ഈ നാലെണ്ണവും NCDC യുടെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, which one is the apex development bank in the country for supporting and promoting agriculture and rural development? അതായത് പിന്തുണയ്ക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള രാജ്യത്തെ ഏറ്റവും ഉയർന്ന വികസന ബാങ്ക് ഏതാണ്? കൃഷിയും ഗ്രാമവികസനത്തിനുള്ള വികസന ബാങ്ക് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നബാർഡ് ആണ് അല്ലെ. നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. നബാർഡ് ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. അനുയോജ്യമായ ഉത്തരം കണ്ടെത്തുക. ദ സർവീസ് ഓഫേർഡ് ബൈ NCHF. അതായത് NCHFന്റെ നൽകുന്ന സേവനങ്ങൾ. ഈ നാലെണ്ണത്തിൽ, താഴെ പറയുന്ന നാലെണ്ണത്തിൽ ഏതൊക്കെയാണ് NCHF നൽകുന്ന സേവനങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഗൈഡിംഗ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻ ദ മാറ്റർ ഓഫ് സെറ്റിംഗ് അപ്പ് ഓഫ് ഹൗസിംഗ് ഫെഡറേഷൻ. Second one, providing a common forum to member federations to examine problems of housing cooperatives. Third one, assisting housing cooperatives on general insurance. Fourth one, assisting cooperative training colleges in organizing courses as housing cooperatives. ഇതിനകത്ത് ഏതൊക്കെ സർവീസസ് ആണ് ഓഫേർഡ് ബൈ NCHF എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? എല്ലാം NCHF നൽകുന്ന സേവനങ്ങളാണ് അല്ലെ. ഒന്നാമത്തേതാണ് ഹൗസിംഗ് ഫെഡറേഷൻ രൂപീകരണ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ സഹായിക്കുക. രണ്ടാമത്തേതാണ് പാർപ്പിടത്തിന്റെ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ അംഗ ഫെഡറേഷനുകൾക്ക് ഒരു പൊതു ഫോറം നൽകുന്നു. അതുപോലെ തന്നെ പൊതു ഇൻഷുറൻസിൽ സംഭാവന സഹകരണ സംഘങ്ങളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ കോഴ്സുകൾ ഭവനമായി സംഘടിപ്പിക്കുന്നതിന് സഹായിക്കുന്നു, സഹകരണ സംഘങ്ങളെ സഹായിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നാല് കാര്യങ്ങളും NCHF നൽകുന്ന
സേവനങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഈസ് അവർ കൺട്രീസ് ലീഡിംഗ് ഫെർട്ടിലൈസേഴ്സ് പ്രൊഡ്യൂസർ ഇൻ ദ കോപ്പറേറ്റീവ് സെക്ടർ? അതായത് സഹകരണ മേഖലയിൽ വളം ഉൽപ്പാദിപ്പിക്കുന്നതിന് നമ്മുടെ രാജ്യത്ത് ഏതാണ് സഹകരണ സംഘങ്ങളിൽ വളം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സ്ഥാപനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ ഇഫ്കോ, ഓപ്ഷൻ ബി ക്യാംകോ, ഓപ്ഷൻ സി നാഫെഡ്, ഓപ്ഷൻ ഡി റെയ്ഡ്കോ. ഏതാണ്? എല്ലാവർക്കും അറിയാം അല്ലെ? ഇഫ്കോയാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which one is the national level organization of marketing cooperatives in India? ഇന്ത്യൻ മാർക്കറ്റിംഗ് സഹകരണ സംഘങ്ങളുടെ ദേശീയ തലത്തിലുള്ള സംഘടന ഏതാണ്? ആലോചിച്ച് നോക്കിയേ. നാഫെഡ് ആണ് അല്ലെ? നാഫെഡ് ആണ്. നാഫെഡ് ഈസ് ദ നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ഓഫ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ. Which of the following statement are true about cooperative society audit? കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റിനെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 3 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിന്റെ അകത്ത് സഹകരണ സംഘങ്ങളുടെ ഓഡിറ്റിനെ കുറിച്ച് ഉള്ള പ്രസ്താവനകളാണ് ഈ താഴത്ത് കൊടുത്തിട്ടുള്ളത്. അതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 3 പ്രസ്താവനകളുണ്ട്. ഏതൊക്കെയാണ് ശരി? ഒന്നാമത്തെ നോക്കാം. കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് നോട്ട് ഓൺലി ഫിനാൻഷ്യൽ ബട്ട് ഓൾസോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. സെക്കൻഡ് വൺ, കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഓഡിറ്റ് ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. തേർഡ് വൺ, കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തേത് മാത്രമാണ് ശരിയായിട്ടുള്ളത് അല്ലെ? കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് നോട്ട് ഓൺലി ഫിനാൻഷ്യൽ ബട്ട് ഓൾസോ എ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. സഹകരണ ഓഡിറ്റ് സാമ്പത്തികം മാത്രമല്ല ഭരണപരമായ ഓഡിറ്റ് കൂടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. The maximum audit fee payable by a general category society will not exceed Rs. അതായത് ഒരു പൊതുവിഭാഗ സൊസൈറ്റി നൽകേണ്ട പരമാവധി ഓഡിറ്റ് ഫീസ് ഡാഷ് രൂപയിൽ കവിയരുത്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? എത്രയാണ്? 1,00,000 രൂപയിൽ കവിയരുത്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following statement are correct? താഴെ പറയുന്ന 3 പ്രസ്താവനകളുണ്ട്. അതിന്റെ അകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത്, ഫാമിംഗ് സൊസൈറ്റി വിച്ച് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഷാൽ ആൻഡ് ഗ്രാൻസ് ലോൺ ഷാൽ പേ ഓഡിറ്റ് ഫീ. അതായത് നിക്ഷേപം സ്വീകരിക്കുകയും വായ്പ നൽകുകയും അനുവദിക്കുകയും ചെയ്യുന്ന ഫാമിംഗ് സൊസൈറ്റി ഓഡിറ്റ് ഫീസ് നൽകണം. രണ്ടാമത്തേതാണ്, വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നീഡ് പേ ഒൺലി ഹാഫ് ദ റേറ്റ് ഓഫ് ഓഡിറ്റ് ഫീസ് ചാർജബിൾ. അതായത് വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഓഡിറ്റ് ഫീസിന്റെ പകുതി മാത്രമേ നൽകാവൂ. അടുത്ത, അപ്പെക്സ് SC/ST സൊസൈറ്റീസ് നീഡ് പേ ഒൺലി ഹാഫ് ദ റേറ്റ് ഓഫ് ഓഡിറ്റ് ഫീ പേയബിൾ. അതായത് അപ്പെക്സ് സൊസൈറ്റികൾക്ക് നൽകേണ്ട ഓഡിറ്റ് ഫീസിന്റെ പകുതി നിരക്ക് മാത്രമേ നൽകാവൂ. അതായത് അപ്പെക്സ് SC/ST സൊസൈറ്റികൾക്ക് നൽകേണ്ട ഓഡിറ്റ് ഫീസിന്റെ പകുതി നിരക്ക് മാത്രമേ നൽകാവൂ. ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? എല്ലാ പ്രസ്താവനകളും ശരിയായതാണ് അല്ലെ? ഈ 3 പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഈ കേരള ബാങ്ക് ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.